പ്രിയപ്പെട്ടവരെ, നമസ്കാരം. പെപ്റ്റോക്കിൻ്റെ 4-ാം ദിനത്തിൽ ഞാൻ കാണുവാനില്ല എന്നൊരു പത്രവാർത്തയുമായിട്ടായിരുന്നു വന്നിരുന്നത്. കാണുവാനില്ല ആരെ? ഞാൻ എന്നെ കണ്ടെത്താൻ ഇറങ്ങി തിരിച്ചതാണ്. അതായിരുന്നു പത്രപരസ്യത്തിൻ്റെ തുടക്കത്തിലെ വരികൾ. ഏതായാലും പെപ്റ്റോക്ക് ഇന്ന് 14-ാം ദിനത്തിലെത്തിയപ്പോൾ എനിക്ക് 4-ാം ദിനത്തിനോട് അല്ലെങ്കിൽ ആ 4-ാം ദിനത്തിലെ പെപ്റ്റോക്കിനോട് ചേർത്ത് ചിന്തിക്കാൻ പറ്റിയ ഒരു പുസ്തകം നിങ്ങളെ പരിചയപ്പെടുത്തണമെന്ന് തോന്നി. നമ്മുടെ ഗുരുവായ ഡോക്ടർ സി തോമസ് എബ്രഹാം സാർ സ്വതന്ത്ര പരിഭാഷ നടത്തിയ രവീന്ദ്രനാഥ ടാഗോറിൻ്റെ 103 ഗീതങ്ങളടങ്ങിയ ഗീതാഞ്ജലിയിലെ 12-ാമത്തെ ഗീതം. അതിങ്ങനെയാണ്: എൻ്റെ യാത്ര എത്രയോ സുദീർഘം, എൻ്റെ വഴിയും എത്രയോ സുദീർഘം. പ്രകാശത്തിൻ്റെ ആദ്യ കിരണത്തേരിലാണ് ഞാൻ യാത്ര ആരംഭിച്ചത്. എത്രയോ ലോകങ്ങളുടെ വന്യവിശാലതയിലൂടെ ഞാൻ സഞ്ചരിച്ചു. എത്രയോ ആകാശഗോളങ്ങളിൽ മേൽ ഞാൻ എൻ്റെ കാൽപ്പാടുകൾ പതിച്ചു. എങ്കിലും ഇന്ന് ഞാൻ അറിയുന്നു, എന്നിലേക്കുള്ള ദൂരമാണ് ഏറ്റവും വലിയ ദൂരമെന്ന്. ഞാൻ അറിയുന്നു, ഏറ്റവും സങ്കീർണമായ സംഗീത സബര്യ ഏറ്റവും ഒടുവിൽ എന്നെ എത്തിക്കുന്നത് അനായാസതയുടെ ലളിത ശ്രുതിയിലാണെന്ന്. വഴിതെറ്റി നടന്ന ഞാൻ എത്രയോ മറുവാതിലുകളിൽ മുട്ടിയ ശേഷമാണ് സ്വന്തം വീട്ടുപടിക്കൽ എത്തുന്നതെന്ന്. എത്രയോ വെളിയൂരുകളിൽ എത്രയോ കാലം അലഞ്ഞാലാണ് ഞാനെൻ്റെ ഉള്ളൂരിലെ ശ്രീകോവിലിൽ എത്തിച്ചേരുകയെന്ന്. നിന്നെ തേടി അലഞ്ഞ എൻ്റെ കണ്ണുകൾ മങ്ങി തുടങ്ങിയിരിക്കുന്നു. ഒടുവിൽ ഞാൻ കണ്ണടച്ചു തുറന്നപ്പോൾ ഇതാ നീ എൻ്റെ മുന്നിൽ. നാഥ, നീ എവിടെ എന്ന എൻ്റെ നിലവിളികളുടെ കണ്ണുനീർ 1000 നീർച്ചാലുകളായി ഈ പ്രപഞ്ചത്തെ ആകെ പ്രളയത്തിലാക്കുമ്പോൾ എനിക്ക് കേൾക്കാനാവുന്നു, ഇതാ ഞാൻ, ഇതാ ഞാൻ. കൂട്ടുകാരെ, ടാഗോറിൻ്റെ ഗീതാഞ്ജലിയുടെ ഒരുപാട് പരിഭാഷ നമുക്കിപ്പോൾ യൂട്യൂബിൽ ലഭ്യമാണ്. പക്ഷേ നമ്മുടെ സാറിൻ്റെ പരിഭാഷ അതൊന്ന് വേറെ തന്നെയാണ്. കാവ്യലോകത്തിൻ്റെ നിത്യവിസ്മയങ്ങളിലൊന്നാണ് ഗീതാഞ്ജലി. ഭൗതികവും ആത്മീയവുമായ എൻ്റെ യാത്രയിൽ എന്നെ ഏറ്റവും ആകർഷിച്ച ഒരു കൃതിയാണ് ഗീതാഞ്ജലി. അതും ഈ പരിഭാഷ. ഭാഷയ്ക്കും ദേശത്തിനും ചിന്തകൾക്കും അപ്പുറം നിൽക്കുന്നു ഗീതാഞ്ജലി. സാർവലൗകിക സ്നേഹത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ സന്ദേശം ഗീതാഞ്ജലി നൽകുന്നു. ഇതിൽ ഭക്തിയുണ്ട്, പ്രണയമുണ്ട്, ആത്മസമർപ്പണമുണ്ട്. ഗീതാഞ്ജലിയിൽ ടാഗോറിൻ്റെ ദൈവം ആരാണ്? ടാഗോറിൻ്റെ ദൈവം ഇതിൽ കാമുകനാണ്, സുഹൃത്താണ്, വഴിപോക്കനാണ്, രാജാവാണ്, മരണമാണ്. മറ്റ് പരിഭാഷകളിൽ നിന്നും വ്യത്യസ്തമായി സാറിൻ്റെ ഈ ഒരു പരിഭാഷയ്ക്ക് ഒരു തെറാപ്യൂട്ടിക് ഇഫക്റ്റുണ്ട്. അതെനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഹാൻഡ് ബാഗിൽ എവിടെ പോയാലും ഈ ഒരു ഗീതാഞ്ജലിയും കൊണ്ടേ പോകാറുള്ളൂ. നമുക്ക് സുഖമായിട്ടിരുന്ന് വായിക്കാം. ഗീതാഞ്ജലിയിൽ യാത്ര ഒരു പ്രധാന തീമാണ്. ദൈവത്തിങ്കിലേക്ക് യാത്ര ചെയ്യുന്ന മനുഷ്യനെയും മനുഷ്യനിലേക്ക് നടന്നെത്തുന്ന ദൈവത്തെയും നാം പലവട്ടം ഇവിടെ സന്ധിക്കുന്നുണ്ട്. അന്ത്യയാത്രയും പലയിടത്തും ഒളിഞ്ഞും തെളിഞ്ഞും തീമായിട്ട് വരുന്നുണ്ട്. ഇതും കൂടി ഒന്ന് കേൾക്കൂ കൂട്ടുകാരെ. പ്രഭാതം പൊട്ടിവിടർന്നപ്പോൾ ആരോ മന്ത്രിച്ചു, നമ്മൾ ഇരുവരും മാത്രമായി ഒരു വഞ്ചിയിൽ സവാരി പോകുമെന്ന്. ഒരു ദിക്കിലേക്കുമല്ലാത്ത, അന്തമില്ലാത്ത, നാട്ടിലാർക്കും ഒരറിവുമില്ലാത്ത യാത്ര. തീരങ്ങളില്ലാത്ത സമുദ്രത്തിലൂടെ നാം തുഴഞ്ഞു നീങ്ങുമ്പോൾ മൗന മന്ദസ്മിതത്തോടെ നീ എൻ്റെ ഗാനങ്ങൾ കേട്ടുകൊണ്ടിരിക്കും. എൻ്റെ ഗാനങ്ങൾ ഓളങ്ങളെപ്പോലെ സ്വതന്ത്രമാകും. വാക്കുകളുടെ ബന്ധങ്ങളിൽ നിന്നും അവ സ്വതന്ത്രമാകും. എന്തേ നാം ഈ ഉല്ലാസയാത്ര ഇനിയും ആരംഭിക്കാത്തത്? സമയം ഇനിയും ആയില്ലയോ? സാറ് 3-ാം പതിപ്പിന് ആമുഖമായിട്ട് ഈ ഒരു ഗീതത്തിൻ്റെ വരികൾ എഴുതിക്കൊണ്ടാണ് ഈ പുസ്തകം തുടങ്ങുന്നത്. അതിലും എല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ് നമ്മുടെ സാർ പരിഭാഷപ്പെടുത്തിയ ഗീതാഞ്ജലി. സന്തോഷം. നന്ദി. നമസ്കാരം.